ഹായ് ഹലോ, പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ടി വിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വീട് ജപ്തി ചെയ്തു. അമ്മയും മക്കളും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ ചേർത്ത് ഒരു 5 സ്ത്രീകൾ മാത്രമുള്ളൊരു വീടാണ്. അവിടെ വീട് ജപ്തി ചെയ്ത് കുട്ടികളുടെ പുസ്തകം പോലും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേന് ചാനലുകാരൊക്കെ ഇടപെട്ട് ആകപ്പാടെ വിഷയമായി. പിന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പൈസ കൊടുത്ത് വീട് ജപ്തിയിൽ നിന്നും വിടുവിപ്പിച്ച് ഇപ്പോൾ അവർക്ക് വീട് സ്വന്തമായി. അപ്പോഴാണ് എനിക്ക് ഇതിപ്പോൾ തുടർക്കഥയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വീട് ജപ്തി ചെയ്യുക, ഉടനെ ഭയങ്കര വിഷയമാവുക, ഉടനെ അത് പൈസ ആരെങ്കിലും ശ്രമിച്ച് ചെയ്യുക, അതുപോലെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുതെന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ ഓർഡറുണ്ട്. അതനുസരിച്ച് പിന്നീട് രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ട് അത് അവരെ തിരിച്ചു കിട്ടുന്നതൊക്കെ ഇപ്പോൾ ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിപ്പോൾ എനിക്ക് കണ്ടേക്കുന്നത് ഇത് 2 കൂട്ടരും ഇതിൽ കുറ്റക്കാരാണ്. ഈ ബാങ്കുകാരും കുറ്റക്കാരാണ്, അതേപോലെ തന്നെ ലോൺ എടുക്കുന്നവരും കുറ്റക്കാരാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വീട് വെക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് കൊക്കിലൊതുങ്ങാത്ത ഒരു വീട്, അതിപ്പോൾ പൈസ ഉള്ളവരും അത് തന്നെ, പൈസ ഇല്ലാത്തവരും അത് തന്നെ. നമുക്ക് ആവശ്യത്തിന് ഒരു വീട് എങ്ങനെ വേണം, നമ്മുടെ കയ്യിൽ എത്ര രൂപ പൈസ ഉണ്ട്, അതിനനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഒരു വീട് വയ്ക്കുക എന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. ഇപ്പം 2 മുറിയും ഒരു ഹാളും അങ്ങനെയൊക്കെ ഒരു ചെറിയ വീട് വെക്കാമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് വെക്കാൻ ശ്രമിക്കുക. പൈസ ഒരുപാട്, അതിപ്പോൾ ഒരു നില കെട്ടിക്കഴിയുമ്പോൾ തോന്നും മുകളിലും കൂടെ ഒരു നില കെട്ടാം. അങ്ങനെ മുകളിലും കൂടെ വീട് ലോൺ എടുത്ത് കെട്ടി പിന്നെ അത് മാസം തോറും കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ അത് പലിശ കൂടി അങ്ങനെയാണ് കൂടുതലും ഈ കടക്കെണികൾ വരുന്നത്. കടം പെരുകി അവസാനം ആത്മഹത്യയിലേക്ക് ചെന്നെത്തുന്ന ഒരു രീതിയിലോട്ട് ചെന്നെത്തും. അതേപോലെ ഈ ചെറിയ വീട് വെക്കുന്നവർ എന്ത് ചെയ്യും, അവർക്ക് ഒട്ടും വീട് വെക്കാൻ പൈസ ഇല്ലെങ്കിൽ അവർ ഉടനെ പോയി ലോൺ എടുക്കും. ലോൺ എടുക്കുന്നവർ നമ്മുടെ ഒരു ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ, ബാങ്കിൽ നിന്നോ അങ്ങനെയൊക്കെ പോയി ലോൺ എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു സാവകാശമൊക്കെ കിട്ടും. ഇത് പോയി അന്നേരം ഇതേപോലെ മുത്തൂറ്റിനെ കുറ്റം പറയല്ല, അതേപോലത്തെ പ്രൈവറ്റ് ബാങ്കുകളിൽ പോയി ലോൺ എടുക്കും. ഈ പ്രൈവറ്റ് ബാങ്കുകളിൽ പോയി ലോൺ എടുത്തു കഴിയുമ്പോൾ അവർ പെട്ടെന്ന് ഒരുപാട് രേഖയൊന്നും വേണ്ട, അവർക്ക് ഈ വീടിരിക്കുന്ന വസ്തുവും പ്രമാണവും മതി. അതങ്ങോട്ട് വാങ്ങി വെക്കും. ഉടനെ പിന്നെ അത് ഒരടവും മുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ അതിപ്പോൾ ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലും ഒരടവും മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പ്രശ്നമായി മാറും. അപ്പോഴെന്ത് ചെയ്യും, ഓരോ അടവും മുടങ്ങും. അന്നേരത്തേന് ജോലി ഇല്ലാതെ വരുമ്പോൾ, കുറച്ച് നാൾ അസുഖമാകുമ്പോൾ അപ്പോഴൊക്കെ നമ്മുടെ ഓരോ അടവും മുടങ്ങുമ്പോഴാണ് ഇതിങ്ങനെ കടം കൂടി വരുന്നത്. കറക്റ്റായിട്ട് പൈസ അടച്ച് പോവുകയാണെങ്കിൽ ഇത്രയും വരത്തില്ല. പിന്നെ ഈ വീട് വെക്കുന്നവരെന്താ വിചാരിക്കേണ്ടത്, നമുക്ക് പിന്നെ വീട് വെക്കാനുള്ള പൈസ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അത് തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇപ്പോൾ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ എടുക്കുന്നതാണ് പിന്നീട് 5 ലക്ഷം 6 ലക്ഷം പലിശയ്ക്ക് മേളിൽ പലിശയായി മാറുന്നത്. അതിപ്പം നല്ല വലിയ വീടൊക്കെ വെച്ചിട്ട് ആൾക്കാർ അതിൽ കിടക്കാൻ പറ്റാതെ വിറ്റിട്ട് പിന്നെ കടം തീർത്ത കഥകളൊക്കെ എനിക്കറിയാം. 1-2 പേരുടെ എന്ത് ചെയ്യാൻ പറ്റും, അത് താമസിക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് താമസിക്കാൻ നോക്കി അത് ലോൺ അടയ്ക്കേണ്ടി വരും. അന്നേരത്തേന് ഒരുപാട് നീണ്ടു പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്താ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ കൊണ്ട് പറ്റുമോ എങ്കിൽ മാത്രമേ നമ്മൾ ലോൺ എടുക്കാൻ ശ്രമിക്കാവുള്ളൂ. കൃത്യമായിട്ടുള്ള തിരിച്ചടവ് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനകത്ത് നമ്മൾ ഈ പ്രമാണങ്ങൾ കൊടുത്തിട്ട് ഒരുപാട് പേപ്പർ ഇവർ ഒപ്പിടിപ്പിക്കുന്നുണ്ട്. നമ്മളാരും അത് വായിച്ച് നോക്കാതെ ഒപ്പിട്ടും കൊടുക്കും. ലാസ്റ്റിൽ അവർ ആ രേഖകൾ കാണിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഇത്രയും പേപ്പറിൽ നമ്മൾ ഒപ്പിട്ട് കൊടുത്തതെല്ലാം ഈ ബാങ്കിൻ്റെ ജപ്തിക്ക് വേണ്ടിയിട്ട് യാതൊരു തടസ്സമില്ല എന്നുള്ള പേപ്പറുകളിലാണ് നമ്മൾ ഈ ഒപ്പിട്ട് കൊടുത്തേക്കുന്നത്. ബാങ്കുകാർക്ക് ഇതിപ്പം ഓരോരുത്തർ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്ന പൈസയാണല്ലോ നമുക്ക് ലോണായിട്ട് തരുന്നത്. അത് അവർക്ക് പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബാങ്കുകാർ. അന്നേരം അവർക്ക് ഇത് നമ്മൾ തിരിച്ചടവ് മുടക്കും തോറും അവർക്കും ബാധ്യതയാവും. അതിന് നമ്മൾ ബാങ്കുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവരിതെല്ലാം മേടിച്ച് ഈ പേപ്പർ, മുന്നാധാരം, പിന്നെ അതിൻ്റെ ആധാർ കോപ്പി, എത്ര ബാധ്യതയുണ്ട് എല്ലാം നോക്കിയായിരിക്കും അവർ ലോൺ തരുന്നത്. അവർക്ക് എന്തെങ്കിലും കാരണത്താൽ ഇത് വിൽക്കണമെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള നമ്മളിൽ ആവശ്യകതയുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഇതിലൊന്നും നോക്കത്തില്ല. അവർ പറയുന്ന എല്ലാത്തിലും ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യും. 1, 2, 3 തിരിച്ചടവുകൾ കറക്റ്റിന് കൊടുക്കും. പിന്നീട് അങ്ങോട്ട് ഉഴപ്പി ഒരു മാസം എന്നുള്ള ആ ഡേറ്റിൽ തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പലിശയാവും. ഒരു ദിവസം 2 ദിവസം അങ്ങോട്ട് പോയാൽ പിന്നെ അത് പലിശയായി മാറും. അങ്ങനെയാണ് ഈ ഭയങ്കര ലോണൊക്കെ എടുത്തവരെല്ലാം ഈ വലിയ കടക്കണിയിലോട്ട് ചെന്നെത്തുന്നത്. അപ്പോൾ ഈ കുടുംബത്തിന് ഇപ്പോൾ സുരേഷ് ഗോപി ഇടപെട്ടത് കൊണ്ട് പെട്ടെന്ന് അവർക്കത് തീർക്കാൻ പറ്റി. ഇല്ലെങ്കിൽ അവർ ഇറങ്ങിക്കൊടുത്തല്ലേ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ കേസിന് പോകണം, അതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഒന്നാമതെ ലോൺ അടയ്ക്കാൻ പൈസ ഇല്ലാതിരുന്ന് വിഷമിക്കുമ്പോൾ കേസിന് പോകാനൊക്കെ ആരെക്കൊണ്ട് പറ്റും.
അതുകൊണ്ട് എപ്പോഴായാലും നമ്മൾ വീടായാലും ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴായാലും എല്ലാം നമുക്ക് തിരിച്ചടവ് കറക്റ്റായിരിക്കണം. ഇപ്പോൾ കുടുംബശ്രീ വഴിയൊക്കെ ഒരുപാട് ലോൺ എടുക്കുന്നുണ്ട്. എന്തായാലും ലോൺ എടുക്കാൻ നേരത്ത് എല്ലാവർക്കും വേണം. 1,00,000 തന്നാലും സന്തോഷം, 2,00,000 തന്നാലും സന്തോഷം. അങ്ങനെ കുടുംബശ്രീ ആയാലും ഏത് ലിങ്കേജ് വായ്പകളെല്ലാം അങ്ങനെ തന്നെ. പക്ഷേ ഇതുപോലെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ കറക്റ്റിന് അടയ്ക്കും. പിന്നെ അങ്ങോട്ട് അടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നാളെ തരാം, മറ്റന്നാൾ തരാം, പിന്നെ തരാം, ഇങ്ങനെ വഴക്കായി ഒരംഗം മുടക്കി കഴിഞ്ഞാൽ ഇത്രയും പേർക്കും അത് ബാധ്യതയാണെന്ന് കുടുംബശ്രീയിൽ നിന്ന് എടുത്തിട്ടുള്ളവർക്കൊക്കെ അതറിയാൻ പറ്റും. അതുകൊണ്ട് അതനുസരിച്ച് അങ്ങനെയുള്ള ആൾക്കാരെ ലോൺ എടുക്കാവൂ. അതേപോലെ ലോൺ എടുത്താൽ നമുക്കത് തിരിച്ചടയ്ക്കാൻ മാർഗമുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുക, അതിന് ശേഷം മാത്രം എടുക്കുക. ഇപ്പോൾ ഒരുപാട് ലോൺ കൊടുക്കുന്ന സ്ഥാപനം L&T, മുത്തൂറ്റ്, പിന്നെ എന്തൊക്കെയോ പറയുന്നത് 2-3 എണ്ണത്തിൻ്റെ പേരുണ്ട്, എനിക്ക് എല്ലാം അറിയത്തില്ല. ഈ തിരിച്ചടവിൻ്റെ സമയമാകുമ്പോൾ വന്നിട്ട് ചേച്ചി 500 രൂപ ഇങ്ങോട്ട് തരുമോ, 1000 രൂപ ഇങ്ങോട്ട് തരുമോ, ഇന്നിപ്പോൾ അടയ്ക്കേണ്ടതാണ്, നാളെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ വന്ന് കടമൊക്കെ ചോദിക്കും പൈസ. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചെറുകിട ബാങ്കിങ് ഇതൊക്കെ ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. ഇസാഫൊക്കെ അന്നൊക്കെ പണ്ടൊക്കെ പറയുന്ന അതിപ്പം ബാങ്കായി മാറി. ഇസാഫിൽ നിന്ന് ലോൺ എടുത്തെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതൊക്കെ ഇപ്പം വലിയ ബാങ്കായി മാറി. എപ്പോഴായാലും ഈ പൈസ തിരിച്ചു മറിച്ചാണല്ലോ അവർ ബാങ്കിങ് മേഖലയെന്ന് പറയുന്നത്. അവരെ നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് ഇപ്പം പൈസ കൊടുത്തത് തിരിച്ചടച്ചേ പറ്റുള്ളൂ. പിന്നെ പലിശയുടെ കാര്യത്തിൽ മാത്രമേ എന്തെങ്കിലും ഇളവ് ചെയ്ത് നമുക്ക് തരാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഫിക്സഡ് ഇട്ടേക്കുന്ന ആൾക്കാരുടെ പൈസ ആയിരിക്കും നമുക്ക് തരുന്നത്. അന്നേരം ആ പൈസ അവർ പലിശ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. എന്നാലല്ലേ ബാങ്കിങ് മേഖല അങ്ങനെ പോകത്തുള്ളൂ. അങ്ങനെ ഈ പലിശ കൂടി വരുന്നതാണ് ഈ കടക്കണിയിലേക്ക് ചെന്നെത്തുന്നത്. അതുകൊണ്ട് ഇപ്പം നമുക്കൊരു രോഗമോ പെട്ടെന്നൊരു അപകടമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും എന്താ സംഭവിക്കുന്നതെന്ന് മനുഷ്യർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ഈ ലോൺ മുടങ്ങാനിട വരുന്നത്. പിന്നെ മനഃപൂർവ്വമായിട്ട് ലോൺ മുടക്കി ഒരുപാട് പൈസ കടക്കണിയിലേക്ക് എത്തിച്ചേരുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയൊന്നും വരുത്താതെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ലോൺ എടുത്ത് വെക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. വീടായാലും വ്യാപാര സ്ഥാപനങ്ങളായാലും എല്ലാം ലോൺ എടുത്ത് ചെയ്യാതിരിക്കുക. പിന്നെ വ്യാപാര സ്ഥാപനങ്ങളാണെങ്കിൽ പിന്നെ അന്നന്ന് ഉള്ള വരുമാനത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും നമ്മളത് മാറ്റി ലോൺ അടയ്ക്കാൻ വെച്ച് ആ സംരംഭം വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരുപാട് കുടുംബശ്രീ സംരംഭങ്ങളും ഒക്കെ ലോൺ എടുത്തിട്ട് അവർ ചെയ്യുന്നുണ്ടല്ലോ. അവരൊക്കെ കൃത്യമായിട്ടൊരു തുക മാറ്റി വെക്കും ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അല്ലെങ്കിൽ പലിശരഹിത ലോൺ കൊടുക്കുന്നുണ്ട് ഇപ്പം ഗവൺമെൻറ് സ്ത്രീകൾക്ക് സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന്. അതെടുക്കുന്നതുകൊണ്ട് വലിയ പാടില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ 1,00,000 രൂപ എടുത്താൽ നമ്മൾ 1,00,000 രൂപ തന്നെ തിരിച്ചടച്ചാൽ മതി. അല്ലാതെ അതിൻ്റെ പലിശ വരത്തില്ല. അല്ലാതെ ഈ പ്രൈവറ്റ് ബാങ്കുകളൊന്നും അങ്ങനെ പ്രൈവറ്റ് ബാങ്ക് എന്നല്ല ഒരു ബാങ്കുകാരും പലിശ എടുക്കാതെ തരത്തില്ല. ഇങ്ങനെ കുടുംബശ്രീയുടെ സംരംഭങ്ങൾക്കൊക്കെ മാത്രമേ അങ്ങനെ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴായാലും ബാങ്കിൽ നിന്നായാലും ലോൺ എടുക്കുമ്പോൾ അവർ തരുന്ന പേപ്പറുകളൊക്കെ വായിച്ച് നോക്കാനെങ്കിലും ശ്രമിക്കുക. പേപ്പറുകൾ വായിച്ച് നോക്കുമ്പോൾ പിന്നെ ലോൺ എടുക്കാൻ തോന്നത്തില്ല. അത്രയ്ക്ക് ഓരോരോ പേപ്പറുകളിലായിരിക്കും അവർ എഴുതി ഒപ്പിടിപ്പിച്ച് നമ്മളതിന് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് കഴിവതും ലോൺ എടുത്ത് വീട് വെക്കുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ വീട് വെച്ച് കഴിഞ്ഞാലോ പിന്നെ ഇതുപോലെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയാലോ നമ്മളത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളത് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാഹിതങ്ങളോ ഇപ്പം ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലൊക്കെ ലോൺ തിരിച്ചടയ്ക്കാൻ വയ്യാത്തതെല്ലാം എഴുതിത്തള്ളാം ഗവൺമെൻറ് തീരുമാനിച്ചല്ലോ. അതുപോലെ കാർഷിക ലോണൊക്കെ ഇതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലൊക്കെ ചിലപ്പം കാർഷിക ലോണൊക്കെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ എഴുതിത്തള്ളും. പക്ഷേ വീടിൻ്റെ ലോണൊന്നും അങ്ങനെ ആരും എഴുതിത്തള്ളത്തില്ല. അത് തിരിച്ചടച്ചേ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഇടപെടുമ്പോൾ ചിലപ്പം പലിശയിലൊക്കെ അല്പം കുറവ് വരുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് വലിയ വീടുകളൊന്നും വെക്കാൻ ശ്രമിക്കാതെ നമ്മളുടെ കൊക്കിനൊതുങ്ങി ഇപ്പോൾ 2 കുട്ടികളൊക്കെ ഉള്ള കുട്ടികൾ ഒന്നും നാട്ടിൽ നിൽക്കത്തില്ല. എല്ലാം വിദേശത്തൊക്കെ ആയിരിക്കും. വെറുതെ 2 നിലയൊക്കെ കെട്ടി മുകളിൽ വെറുതെ അടച്ചിട്ട് ചെലന്തി വലയും കയറ്റി ഇടാമെന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല. അനുഭവം കൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് പിന്നെ അതുപോലെ വലിയ വീടുകളൊന്നും വെക്കാതെ ഒറ്റ നിലയ്ക്ക് അവരവരുടെ ആവശ്യത്തിന് എന്നെങ്കിലും വരുന്ന ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ട് റൂം ഉണ്ടാക്കി ഇടുകയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ആരുടെ വീട്ടിലും അങ്ങനെ വലിയ ഗസ്റ്റൊന്നും വരാറില്ല. അന്നേരം വരുമ്പം അവർ താമസിക്കാൻ നമ്മുടെ റൂം അങ്ങോട്ട് കൊടുത്താൽ മതി ഒരു 2-3 ദിവസത്തേക്ക്. അതിൽ കൂടുതലൊന്നും ആരും ഇപ്പം താമസിക്കത്തില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത രീതിയിൽ വീടുകൾ പണിഞ്ഞ് അതുപോലെ തന്നെ വീട് മോടി പിടിപ്പിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നല്ല ബാത്റൂമൊക്കെ ഇടിച്ച് കളഞ്ഞ് പുതിയ ബാത്റൂം ഉണ്ടാക്കുക, നല്ല അടുക്കളയൊക്കെ ഇടിച്ച് കളഞ്ഞ് വേറെ അടുക്കള ഉണ്ടാക്കുക, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ പൈസ നമ്മുടെ കയ്യിലുണ്ടോ അതനുസരിച്ച് നമ്മൾ അതിനൊക്കെ ശ്രമിക്കുക എന്നാണല്ലോ. അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ആൾ അങ്ങനെ ചെയ്യുന്ന കണ്ടുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ വീട്ടുകാരും കൂടെ അങ്ങനെ ചെയ്ത് അവസാനം കടക്കണിയിൽ പോയി വീഴരുത്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എപ്പോഴായാലും നമ്മുടെ സാമ്പത്തിക ഭദ്രത നമുക്ക് വേണം.
നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിടുന്ന രീതിയിലുള്ള അനാവശ്യമായ കടക്കണിയിലൊന്നും നമ്മൾ ചെന്ന് പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. അതിപ്പോൾ ചിലപ്പോൾ ആഡംബരപ്രിയരായ സ്ത്രീകൾ കാണും, അതേപോലെ ആഡംബരപ്രിയരായ പുരുഷന്മാർ കാണും. പക്ഷേ അത് ഭാര്യയും ഭർത്താവും കൂടെ ആലോചിച്ച് നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ വീട്ടിലെ കുടുംബത്തിലുള്ള മൂത്ത അംഗങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാനും അത് ചെയ്യുന്നതിന്. അതുകൊണ്ട് ലോൺ എടുക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ ലോൺ തിരിച്ചടവും അതേപോലെ പ്രാധാന്യമുള്ളതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ലോൺ തിരിച്ചടയ്ക്കാതിരുന്നിട്ട് പിന്നെ ഇരുന്ന് കരഞ്ഞ് വിളിച്ച് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ അവരുടെ ആ പേപ്പറുകളിലെല്ലാം ഒപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മളത് ആലോചിച്ച് വേണം ചെയ്യാൻ. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള വീട് വെക്കാൻ ശ്രമിക്കുക. അപ്പോഴും നമുക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ പറ്റും. അതായത് എനിക്കിത് പറയാനുള്ള കാര്യം. ഇപ്പം ഇന്നലെ തന്നെ ആ കുട്ടികളുടെ അമ്മയൊക്കെ ഇരുന്ന് വിഷമിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഇതിപ്പം ഒരു 2-3 എണ്ണം ഞാൻ ഇങ്ങനെ നമ്മളിപ്പോൾ ടി വിയിൽ കാണുന്നുണ്ട്. പക്ഷേ ഇത് ബാങ്കുകാർ പറയുന്നത് ഒരുപാട് പ്രാവശ്യം നോട്ടീസ് അയച്ച് ലാസ്റ്റിലായിരിക്കും അവരിത് പിന്നെ ജപ്തി ചെയ്യാൻ വരുന്നത്. അപ്പോഴത്തേന് അത് പ്രശ്നമാവും എന്നുള്ളത് കൊണ്ട്, പ്രശ്നമാണല്ലോ ഒരു വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിടുമ്പോൾ നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനുള്ള നമുക്ക് വരുത്താതെ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അന്നേരം എന്ത് കാര്യം ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് ലോൺ എടുക്കുമ്പോഴും വളരെയധികം ആലോചിച്ച് വേണം നമ്മൾ എടുക്കാൻ. പലിശ വളരെ ഒരു വില്ലനാണ് ഇക്കാര്യത്തിൽ. ഒരു ദിവസം പോലും തെറ്റാതെ വേണം പലിശ എടുക്കാൻ. അതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിന് ഇത്രയും കാലയളവ് ഉണ്ടെന്ന് കരുതി അടച്ചുകൊണ്ടിരിക്കാതെ ഇടയ്ക്ക് എന്തെങ്കിലും മാർഗം കണ്ടെത്തി അത് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരുപാട് ലക്ഷങ്ങൾക്കൊന്നും ആരും ലോൺ എടുക്കാൻ തുനിയരുത്. അവരവർക്ക് അടയ്ക്കാൻ പറ്റുന്ന തുകയ്ക്കുള്ള ലോൺ എടുക്കുക. സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. നാളെ മറ്റൊരു വിഷയമായി കാണാം. ബൈ.